എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ചാലക്കുടിയിൽ റൗണ്ടാന വന്നു. റൗണ്ടാന റൗണ്ടാന അഥവാ റൗണ്ട് എബൌട്ടൈൻ. അങ്ങനെ റൗണ്ട് എബൌട്ടൈൻ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നൊരു ചോദ്യം ചോദിക്കാം. ഈ ആനകളിൽ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടെങ്കിലും റൗണ്ട് ആന ചാലക്കുടിക്കാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. റൗണ്ട്, വട്ടം. നമ്മുടെ ട്രാംവേ ജംഗ്ഷനിൽ അവിടെ ഒരു സംഭവം വന്നേക്കാണ്. ഞാനതിൽ കൂടെ പോകുന്ന സമയത്ത് ഇത് ആരാണ് ഇവിടെ കിണർ കുത്തി കെട്ടിച്ച് വെച്ചാണെന്ന് വിചാരിച്ചു. ഒരു സംഭവം, ഒരു കിണർ പോലെ ഒരു സംഭവം വെച്ചാണ്. ഒരു കിണർ, ഒരു ചെറിയ കിണർ പോലെ. അത് ആരാണ് ഇവിടെ കിണർ കുത്തിയെന്ന് തോന്നും. അങ്ങനെ ഒരു സംഭവമാണ് വെച്ചേക്കണേ. പക്ഷേ സത്യത്തിൽ അത് സെൻറ്റ് ജെയിംസിൻ്റെ ബോർഡ് കണ്ടപ്പോഴാണ് നമുക്കത് ബോധ്യമാവുന്നത്. ഇത് കിണറല്ല, ഇത് റൗണ്ടാനയാണ്. റൗണ്ടാന എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് കണ്ടിട്ടില്ലേ, റോഡിൻ്റെ നടക്കുന്ന റൗണ്ടിൽ. എന്നിട്ട് അതിൽ നമ്മുടെ മാതൃഭൂമിയുടെയും മനോരമയുടെ ഒക്കെ പരസ്യമൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടില്ലേ, തൃശ്ശൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലൊരു സംഗതി റൗണ്ട് എബൌട്ടൈൻ. ഇപ്പോൾ ഈ റൗണ്ട് എബൌട്ടൈൻ വന്നതിൻ്റെ സംഭവം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഞാൻ അവിടെ വന്നപ്പോഴാണ് കണ്ടത്. അതായത് പണ്ടത്തെ സംവിധാനം ഉണ്ടല്ലോ, ഈ റൗണ്ടാന ഇല്ലാതിരുന്ന ആ സംഗതി, അതിനേക്കാളും വലത്ത് ബ്ലോക്കായിരുന്നു ഇന്നലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടായി. അതായത് ഈ തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ, ആനമല ജംഗ്ഷൻ കൂടി തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ എങ്ങോട്ടേക്ക് തിരിയണം എന്താ സംഭവം എന്നുള്ള ഒരു പിടിപാടില്ലാണ്ട് ആകെ ബ്ലോക്ക്. ഒന്നാമത് ഈ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ റൗണ്ട് എബൌട്ടൈന് ഒരു വലിപ്പക്കുറവുണ്ടോ എന്ന് എനിക്ക് തോന്നിയതുണ്ടോ, എൻ്റെ തോന്നിയതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചാലക്കുടിക്കാരൻ തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായിരുന്നാലും ഈ റൗണ്ടാന വന്നോട് കൂടിയിട്ട് അവിടെ അതിവിശേഷമായിട്ടുള്ള ബ്ലോക്ക് ഒന്നും കൂടി എന്നല്ലാണ്ട് യാതൊരു സംഗതിയില്ല. നമ്മളവിടെ വരുന്ന സമയത്ത് എനിക്ക് കണ്ട സംഭവം തന്നെ, ഇതൊരു കിണർ കെട്ടിച്ച് വെച്ച ഒരു സാധനം, ഒരു കപ്പിയും കൂടി ഇട്ടുണ്ടെങ്കിൽ വെള്ളം കോരാം, അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വലിപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു ഡിവൈഡർ വെച്ച് ഒരു കുറച്ചും കൂടി വലിപ്പത്തിൽ ആ സംവിധാനം വന്നാലാണ് വണ്ടികൾക്ക് തിരിഞ്ഞ് പോകാനായിട്ടുള്ള ഒരു ദിശ തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സംഗതി വെക്കണത്. അത് ഗുണത്തേക്കാളേറെ അത് പ്രശ്നത്തിലേക്ക് പോകണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതാകെ കുഴപ്പമാണ് എന്ന് തോന്നുന്നു. ചാലക്കുടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് കൗൺസിലർമാരുണ്ട്. ഇനി എൻ്റെ ഈ പൊട്ടബുദ്ധിയിൽ തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരുന്നാൽ നല്ലതാണ്. അതുപോലെ ഞാൻ ഒരു ജനപ്രതിനിധിയായിട്ട് വിഷയം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം, അത് വെച്ചിരിക്കുന്ന സ്ഥാനം കുറച്ച് ഈ PWD റോഡിലേക്ക് മാറ്റണോ എന്നൊരു തോന്നുന്നു. കാരണം ഈ തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ട്രാംവേ റോഡിലേക്ക് തിരിയാൻ, അടിപ്പാതര റോഡിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പ് മാറ്റി അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഈ തെക്കോട്ടേക്കൊന്ന് നീക്കണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പങ്കുവച്ച ജനപ്രതിനിധി പറഞ്ഞത് അത് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അത് പ്രോബ്ലം പ്രശ്നമാവും എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നാലും ഇതൊന്ന് കൂടിയാലോചന നടത്തണത് നല്ലതാണ്. കുറച്ച് വലിപ്പം കൂട്ടാനും അതുപോലെ ഇത് വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണകരമായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു കിണറട്ടിച്ച് ആൾക്കാരെങ്കിലും വല്ല കപ്പിയിട്ട് അതിൽ വെള്ളം കോരാനോ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ റൗണ്ടാന വന്നു. റൗണ്ടാന 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 വന്നപ്പോൾ ചാലക്കുടിയിൽ വാഹനങ്ങൾക്ക് സുഖകരമായി നിങ്ങൾക്കോ കാണൂ. ഹാപ്പി സൺഡേ.